കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കവർച്ച നടന്നത്. ശനിയാഴ്ച പുലർച്ചെ നടത്തിയ കവർച്ചയിൽ 1 കോടിയിലേറെ വിലമതിക്കുന്ന സ്വർണ്ണ വജ്ര ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. മോഷണം നടന്ന് മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ പ്രതി പിടിയിലായി. ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദാണ് പിടിയിലായത്. കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത്. ശനിയാഴ്ച പുലർച്ചെ നടത്തിയ മോഷണത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് ഇയാൾ പോലീസിൻ്റെ വലയിലായത്. മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള കാറിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉടുപ്പിയിൽ പിടിയിലായത്. വാഹനത്തിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് കർണാടക പോലീസിന് കൈമാറിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ കർണാടക പോലീസ് വലയിലാക്കിയത്. ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്രാഭരണങ്ങളും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി. കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രതിയെ വൈകാതെ കൊച്ചിയിലേക്ക് കൊണ്ടുവരും. പ്രതി വലയിലായ വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചു. ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് മോഷണം നടത്തിയെന്നാണ് സൂചന. മോഷ്ടാവിന് പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മോഷ്ടാവിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. സൗത്ത് പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. പനമ്പള്ളി നഗറിലെ 10B ക്രോസ് റോഡ് സ്ട്രീറ്റ് ബിയിലെ അഭിലാഷത്തിൽ ശനിയാഴ്ച രാത്രി 1:30-നും 2:00-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വീടിൻ്റെ പിൻഭാഗത്തു കൂടിയെത്തി അടുക്കളയുടെ ജനൽ തുറന്നാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയത്. വീടിൻ്റെ മുകൾ നിലയിലെ വടക്ക് കിഴക്കേ വശത്തുള്ള കിടപ്പുമുറിയിലെ അലമാര കുത്തിപ്പൊളിച്ച് 1 സെറ്റ് വജ്ര നെക്ലസ്, 10 വജ്രമോതിരങ്ങൾ, 12 വജ്രക്കമ്മൽ, 2 സ്വർണ്ണമോതിരം, 10 സ്വർണ്ണമാലകൾ, 10 സ്വർണ്ണവള, 10 വാച്ചുകൾ എന്നിവയാണ് കവർന്നത്. ജോഷിയുടെ മകനും സംവിധായകനുമായ അഭിലാഷിൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണങ്ങളാണ് കവർന്നത്. രാവിലെ 5:30-ഓടെ ജോഷിയുടെ ഭാര്യ സിന്ധു ഉണർന്ന് അടുക്കളയിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മോഷണം നടക്കുമ്പോൾ അഭിലാഷ് വീട്ടിലുണ്ടായിരുന്നില്ല. ജോഷി, മരുമകൾ വർഷ, 3 പേരക്കുട്ടികൾ, അടുത്ത ബന്ധുവിൻ്റെ മക്കൾ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. തൊപ്പി ധരിച്ചെത്തിയ മോഷ്ടാവ് ജനലിന് സമീപമെത്തുന്നതും ജനൽ തുറക്കുന്നതുമായ ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്ന് പോലീസിന് ലഭിച്ചത്. ഇതിനുശേഷമുള്ള ദൃശ്യങ്ങൾ ലഭിക്കാത്തത് മോഷ്ടാവ് CCTV ക്യാമറകൾ മറുവശത്തേക്ക് തിരിച്ചു വെച്ചതിനാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കയ്യുറ ധരിച്ചാണ് മോഷ്ടാവ് എത്തിയത്.